ഒതുങ്ങിയിരിക്കുകയാണെന്നേ. നീ വെളിവിട്ട് ഇറങ്ങിയ മഴ കുടിക്കുന്നു പോകും. പോയി നിന്ന് നമുക്ക് നോക്കാം. നല്ല കാര്യങ്ങൾ സംഭവിക്കും. കുറെ നാളെ മഴ പെയ്തു. നന്നായിട്ട് പെയ്യത് എല്ലാവർക്കും സന്തോഷം. ആർക്ക് വേണമെങ്കിൽ എന്തും പറയാം. അതിന് ആരും കുപ്പിയൊന്നും വെച്ച് കൊടുക്കണ്ടല്ലോ. എല്ലാവരും മഴ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശംഖു തുടങ്ങി പോയി നിർത്തി കാണില്ല. എന്താണ് മേലോട്ട് നീ നിർത്തിയല്ല മഴ നാരായണ നീ വാ. അറിയാം ഇതിന് മാനസിക വിഭ്രാന്തി മാത്രമാണ്. എന്നാൽ ഞാൻ വേറൊരു ടെസ്റ്റ് പറയാം. ചെയ്ത് കാണിക്കും. അത് ശരിക്കും ചോക്കോബാർ മേടിച്ച ഞാൻ വിശ്വസിക്കാം. ചോക്കോബാർ വാങ്ങി തന്നിട്ട് നിന്റെ മനസ്സിലുള്ളതൊക്കെ നാക്കോബാറാക്കി ഇനിയും വല്ല തെറ്റുകൾ നിന്നാൽ എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. അത് മാറ്റാണ് ഇവരെ കൂടെ കൂട്ടിയത്. അതെ സാറേ, ഞാനൊരു മണ്ടൻ, ഇത് മഹാപണ്ഡിതൻ. അവരുടെ ചോക്കോബാറുമായി കുറിച്ച് എന്തുമാത്രം കട്ടോളം അറിയൂ. ഞാൻ വായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ ചിന്ത പല വിഭ്രാന്തികളെ സംബന്ധിക്കൂ. അതെനിക്ക് ഞാൻ വായിക്കുന്നത് ചോക്കോബാർ ചോക്കോബാറിലൂടെ ഇരിക്കുമ്പോ എടുത്തതാ എടാ പ്രാന്ത അതല്ലേ ചോദിക്കുന്നേ. എടുത്തതാ എന്താ പ്രശ്നം വെച്ചാൽ ഈ എപ്പോഴല്ല അങ്ങ് ഫാക്ടറിയിലാവുന്നത് അപ്പമായി പോയി എടാ മടിയാ അത് പൊടിക്കട്ടടാ. അടിക്കാൻ പോകണം. മരം കാറ്റി എന്നെ കയ്യിലുണ്ട്. അയ്യോ ഞാനൊരു വീണപ്പോഴും നിന്റെ ചോക്കോബാറിന് അധികമായിട്ട് സൂക്ഷിച്ചു. അന്ന് രാത്രി പോയി ചോക്കോബാർ കാക്ക തൂങ്ങി. അവരുടെ ഐസ്ക്രീമിൽ കാക്ക തൂങ്ങി സാറേ. അത്രയും കാലത്ത് അവർ എന്നോടാണ് ടാക്സ് കുടിക്കാൻ പറ്റുന്നത്. അതേ സാറേ, അവര് മുഴുവൻ അവരുടെ കൂടെ ജോലി ചെയ്തിട്ട് രാത്രിയിലോട്ട് ഉറങ്ങുന്ന വെച്ചാൽ ആ രാത്രി തലേ കണ്ണു വെച്ചുകൊണ്ടു എന്റെ കൂടെ പബ്ബിൽ വന്ന് പുറത്തേക്ക് ജോലി ചെയ്യും. പബ്ബിൽ വന്നു കഴിഞ്ഞാൽ താൻ കുടിച്ചേ നിൽക്കും. പക്ഷെ പിടിപാടെല്ലാം കേട്ടിട്ടില്ല. താൻ മാത്രം നിവരത്തില്ല. അന്ന് ഒരു ദിവസം ഉണ്ടല്ലോ, ഇപ്പോഴാ അന്ന് വിനായക ചതുർത്ഥി എന്നാ തോന്നുന്നു. എന്താണ് മുഹമ്മദ് മൂപ്പിയുടെ ആരും നോക്കാൻ പാടില്ല. ഇടലേപ്പോ താഴ്ന്നതല്ല ഇടയാൻ പാടില്ല. മനസ്സിലായോ? സംകാസി ബേബി, ഇത് നമ്മുടെ ക്ലാസ്സാണ്. ഇവിടെ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ പാമ്പ് ഇഴയുന്നത് ഇഴയുന്നത് ഇവിടെയാണ് താഴ്ന്നു സ്വയം ധരിക്കുന്നത്. വേറൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് നോക്കൂ. പമ്പ് ക്ലബ് കെട്ടുകൾ എല്ലാം സൂപ്പർ അല്ലേടാ. അതുകൊണ്ട് നമുക്കത് ശരിക്കും ഇഷ്ടമില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിക്കും. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളാണ് വേദനിക്കാതെ പോയിരുന്നത്. അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാതെ തലവനിച്ച് നിൽക്കുന്ന ആൾക്ക് നീ ഇപ്പൊ 100ാമത്തെ തവണയെ സംശയം ചോദിക്കും. 1000 തവണ മറുപടി ഉണ്ടാവും. ഇനി നീ ചോദിച്ചുകൊണ്ട് വന്നാൽ എന്റെ മോക്കം പിടിച്ചു തീർത്ത് വരും. നിന്നെ കാണാൻ നല്ല സ്മാർട്ടും ബ്യൂട്ടിഫുൾ ഉണ്ടാവും. എന്നെ കാണാൻ അമേസിംഗ് അല്ലേ? അപ്പൊ നീ അമേസിംഗ് ആണെന്ന് ഞാനിപ്പോ പറയാം.
സോറി. എന്തിനാ സോറി? അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. അത് മൈനസ്. സോറി മാത്രം സ്വീകരിച്ചാൽ മതി. അതാ സോറി ആയാലും താങ്ക്സ് ആയാലും എന്തായാലും മുഖത്ത് നോക്കി പറയാൻ പഠിച്ചോളൂ. എന്റെ സോറി ഞാൻ നിന്നോട് എപ്പോഴും ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ശരിക്കും എന്നോട് ശരിക്കും അങ്ങനെ maybe. Maybe. Okay. Maybe. ഏറ്റവും സത്യമായ ഉത്തരം വേദിയല്ലേ? എന്താന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നും, പക്ഷെ തെറ്റായിട്ട് അവസാനിക്കും. പക്ഷെ അത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് മേബി. എന്റെ ജീവിതം നിന്ന് ത്യാഗം ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ഈ പ്രായമായാൽക്കൊക്കെ പണക്കാരൻ പയ്യൻ വേറെ ഇവരെയൊക്കെ മാത്രമേ കണ്ണിന് പിടിക്കുള്ളൂ. എന്താ പറയും? നിങ്ങളല്ലേ ചോദിക്കുന്നത്?